ജോർജ് പറഞ്ഞു നിർത്തുമ്പോൾ പെൻഷൻ ഉപഭോക്താക്കളുടെ എണ്ണം കൂട്ടാനുള്ള തീരുമാനവും പെൻഷൻ തുക നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറയുന്ന തുക ഉയർത്താതെ ഇതുവരെ കാത്തിരുന്നതും ഇനി തെരഞ്ഞെടുപ്പിന് മുൻപായി അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്ന കാര്യമൊക്കെ ഫ്രീ ബീസിന് തുല്യം എന്നത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അതിന് മുന്നോടിയായി നടന്ന ചർച്ചയിൽ ഈ 18 മാസം എന്ന ഒരു ആരോപണം UDF സർക്കാരിനെതിരെ ഉന്നയിക്കുന്നു. അതിനെ VD സതീശൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് അതിന്റെ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞത്. ഇതിനോടകം വ്യക്തമായ ഒരു തെളിവും ആർക്കും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? ആർഷോ ഏതെങ്കിലും തെളിവുകളുമായിട്ടാണോ വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ചർച്ചയിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സംസാരിച്ചതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധയായിട്ടുള്ള മാഡത്തിൻ്റെ സംസാരത്തിൻ്റെ പകുതിയും കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ 1980കളിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഗവൺമെൻറ് നായനാർ സർക്കാർ കേരളത്തിനകത്ത് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ 45 രൂപ അനുവദിച്ചുകൊണ്ട് ഉള്ള പ്രഖ്യാപനം നടത്തിയ ഘട്ടം മുതൽ പെൻഷനെതിരായിട്ട് അന്നത്തെ പ്രതിപക്ഷം മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ ആവർത്തിച്ച് സ്വീകരിച്ച നിലപാട് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ മുൻപിൽ നിരവധിയായിട്ടുള്ള അനുഭവമുണ്ട്. അന്നത് ഉൽപ്പാദനകരല്ല, അല്ലെങ്കിൽ ഇത് സർക്കാരിന് വലിയ നഷ്ടത്തിലേക്ക് പോകുന്ന ഇടപാടാണ്, അങ്ങനെ കർഷക തൊഴിലാളികൾക്ക് ഈ നാടിനകത്ത് പെൻഷൻ കൊടുക്കേണ്ട തുടങ്ങിയിട്ടുള്ള വാദം ആ ഘട്ടത്തിൽ മുതലേ കോൺഗ്രസ് ആവർത്തിച്ചുയർത്തിയതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഇവിടെ എത്തുമ്പോഴേക്കും ഇന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയത്തിലേക്ക് നമ്മളെ ചർച്ച എത്താൻ വേണ്ടി ഇടയായ സാഹചര്യം അങ്ങേയറ്റം നമുക്കറിയാം. കേരളത്തിൽ 62 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവരവരുടെ അവകാശമായി ആത്മാഭിമാനത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സമുന്നതരായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ KC വേണുഗോപാൽ ആ മനുഷ്യരെ ആകെ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് ഇവരാകെ സർക്കാരിൻ്റെ കൈകളിൽ നിന്നും കൈക്കൂലി പറ്റുന്ന ആളുകളാണ് എന്ന നിലയിലേക്ക് അവരെ മുഴുവൻ 62 ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ കൈക്കൂലിക്കാരായി പൊതുസമൂഹത്തിന് മുൻപിൽ ആക്ഷേപിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയിലാണല്ലോ നമ്മൾ ഈ സംവാദം ഈ നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എനിക്കിതിനകത്ത് ചില കാര്യങ്ങൾക്കകത്ത് ക്ലാരിറ്റി വരുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, 2016 ഉമ്മൻചാണ്ടി മിനിസ്ട്രിയുടെ അവസാനം എത്തുമ്പോൾ അല്ലെങ്കിൽ UDF ഭരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ വിവിധങ്ങളായിട്ടുള്ള നീ പറഞ്ഞ പോലെ ക്ഷേമ പെൻഷനുകൾ ഏകീകരിക്കപ്പെട്ടിരുന്നില്ല. വിവിധ ഹെഡറുകളിലായിട്ട് വിവിധ പെൻഷനുകൾ ഈ നാടിനകത്തെ മനുഷ്യർക്ക് നൽകുന്ന നിലയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പെൻഷനുകൾ പല മാസങ്ങളായി അതിനകത്ത് 6 മാസം മുതൽ 18 മാസം വരെ മുടങ്ങിക്കിടന്ന വിവിധങ്ങളായിട്ടുള്ള പെൻഷനുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. അതിന് നിരവധിയായിട്ടുള്ള തെളിവുകൾ നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ 2014 നിയമസഭാ ചോദ്യോത്തരങ്ങളൊക്കെ ഇതിനോടകം തന്നെ പബ്ലിക് ഡൊമൈനകത്ത് ലഭ്യമായിട്ടുള്ളതാണ്. അതിലേക്ക് കിടക്കുന്നത് 2015 ബഹുമാന്യനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പെൻഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് 8 മുതൽ 11 മാസം വരെ വിവിധ പെൻഷനുകൾ കുടിശ്ശികയായി കേരളത്തിലുണ്ട് എന്നുള്ളതാണ് 2015 സെപ്റ്റംബർ മാസത്തിൽ ഉമ്മൻചാണ്ടി പത്രസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി ഈ നാടിനോട് പറഞ്ഞത്. ആ ഘട്ടത്തിൽ തന്നെ ചില മാസങ്ങൾ ഇപ്പോൾ നേരത്തെ സാമ്പത്തിക വിദഗ്ധയായിട്ടുള്ള അദ്ദേഹം സൂചിപ്പിച്ചു, ഈ പറഞ്ഞ പോലെ ഈ പോസ്റ്റൽ വകുപ്പ് തപാൽ വകുപ്പിൻ്റെ ചില പ്രയാസങ്ങൾ കാരണമാണ് ഈ പറഞ്ഞ പെൻഷനുകൾ ആകെ മുടങ്ങിപ്പോയത് എന്നുള്ളത്. തപാൽ വകുപ്പിൻ്റെ പ്രയാസങ്ങൾ കാരണം ചില മാസങ്ങളിൽ 1-2 മാസത്തെ പെൻഷൻ വിതരണം മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ വിതരണം മുടങ്ങിയത് ഉൾപ്പെടെ അന്ന് ഉമ്മൻചാണ്ടി പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിൽ ഈ പറഞ്ഞ പോലെ 11 മാസത്തോളം പെൻഡിംഗ് ആയി കിടക്കുന്ന പെൻഷൻ അതിൻ്റെ തുടർച്ചയിൽ ഇങ്ങോട്ട് ആ പെൻഷൻ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നേരത്തെ UDFിൻ്റെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ വകയിരുത്തിയ തുകയുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച്. ഈ മുടങ്ങിക്കിടന്ന 11 മാസത്തെ പെൻഷനും അതിന് തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലയളവിലെ പെൻഷനും കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി അന്നത്തെ UDF മിനിസ്റ്ററി ഫണ്ട് വകയിരുത്തിയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ നമ്പർ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വെക്കുന്നതിന് വേണ്ടി കൂട്ടർ തയ്യാറുണ്ടോ? പോട്ടെ, അതുമില്ലെങ്കിൽ തീർച്ചയായും ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞ 11 മാസം ഉമ്മൻചാണ്ടി പറഞ്ഞ 11 മാസത്തെ പെൻഷൻ തുക
ആർഷോ ഇവിടെ പറഞ്ഞു വെച്ച ഉമ്മൻചാണ്ടി പറഞ്ഞ 11 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ഈ നാടിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക് ലഭ്യമായതിന്റെ ഒരു സ്ലിപ്പെങ്കിലും പൊതുസമൂഹത്തിന് മുൻപിൽ പുറത്തുവിടുന്നതിന് വേണ്ടി കൂട്ടർ തയ്യാറാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവ സ്വഭാവത്തിലുള്ള ഈ ചർച്ചയ്ക്കകത്ത് ഉയർന്നു വരുന്ന വിഷയങ്ങൾക്കകത്ത് ഗൗരവ സ്വഭാവത്തിൽ നമ്മൾ കാണേണ്ടുന്ന 2 കാര്യമുണ്ട്. അതിലൊന്ന്, UDF കാലത്തെ പെൻഷനുമായി സമീകരിക്കാൻ വേണ്ടി കഴിയുന്നതേ അല്ല ഇടതുപക്ഷ ഗവൺമെന്റ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ PM ആർഷോ, ഇവിടെ കുടിശ്ശിക സംബന്ധിച്ചുള്ള തർക്കമാണല്ലോ ഉള്ളത്. ഇപ്പോൾ ആർഷോ തന്നെ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് നടത്തിയ മറുപടി, ഒപ്പം തന്നെ അത് മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് TM തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ ആ പത്ര കട്ടിങ്ങുകൾ കൂടി ചേർത്തുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോഴും പറയുന്നത് 5 മുതൽ 11 മാസം വരെ അത് വിവിധ പെൻഷനുകൾക്ക് മുടക്കം വന്നിട്ടുണ്ട് എന്നതാണ്. എല്ലാം 11 മാസം വരെയും മുടങ്ങി എന്നതല്ല. പല പെൻഷൻ പല തുകകൾ ആയിരുന്നു, ഏകീകൃത സ്വഭാവം ഉണ്ടായിരുന്നില്ല. അവിടെ പോലും 18 മാസം എന്നത് പറയപ്പെടുന്നില്ല. അപ്പോൾ അതിനെ ഒന്ന് പൊലിപ്പിക്കുക. ഈ 18 മാസം എന്നത് ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്കാണ് എന്നത് നിങ്ങൾ തന്നെ ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് തന്നെ അത് ബോധ്യമുള്ളതാണോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ 18 മാസത്തെ കുടിശ്ശിക രേഖകൾ കാണിക്കാൻ നിങ്ങളും ബാധ്യസ്ഥരല്ലേ? 18 മാസത്തെ എല്ലാ പെൻഷനും മുടങ്ങിയത് നിങ്ങൾ കൊടുത്തു തീർത്തു എന്ന അവകാശവാദം ഉണ്ടെങ്കിൽ അതിന് ചെലവാക്കിയ തുകയുടെ രേഖ കാണിക്കാൻ നിങ്ങൾക്കും ബാധ്യതയുണ്ടല്ലോ. അവരോട് രേഖ കാണിക്കാൻ പറയുന്നത് പോലെ തന്നെ ഈ തുക ഞങ്ങൾ കൊടുത്തു തീർത്തു 18 മാസത്തേതെന്ന് നിങ്ങൾ കാണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഈ 8 മുതൽ 11 മാസം വരെ എന്ന് സൂചിപ്പിച്ചത് ബഹുമാനനായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മുൻ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ്. അതിനുശേഷവും 2015 സെപ്റ്റംബറിന് ശേഷവുമുള്ള മാസങ്ങൾ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഞാൻ പറയട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 18 മാസത്തെ കുടിശ്ശിക സഹിതമുള്ള പെൻഷനുകൾ കൈപ്പറ്റിയതിന്റെ സ്ലിപ്പ് ഉൾപ്പെടെ, പെൻഷൻ ലഭിച്ച ആളുകളുടെ സ്ലിപ്പ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ പെൻഷന്റെ മറ്റ് വിശദാംശങ്ങൾ പുറത്തേക്ക് വിടുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണെന്ന് അതിനകത്ത് ഉൾപ്പെടെ ഈ വിഷയം ഉയർന്നു വന്നിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ ഇപ്പോൾ മാത്രം ഉയരുന്ന ഒരു വിഷയമല്ല ഈ 18 മാസത്തെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് പലതവണ ചർച്ചയായതാണ്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ചർച്ചയായതാണ്. ഏറ്റവും ഒടുവിലല്ല 26/4/2017 TM തോമസ് ഐസക് തന്നെ നൽകിയ മറുപടിയിൽ, M സ്വരാജിന് നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്, കുടിശ്ശികയായി കൊടുത്തു തീർക്കാൻ ഉപയോഗിച്ച തുക എന്ന് പറയുന്നത് 1389 കോടി രൂപയാണ് എന്നത് പറയുന്നുണ്ട്. 1389 കോടി രൂപ കൊണ്ട് എങ്ങനെയാണ് 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പറ്റുക? അപ്പോൾ അതൊരു യുക്തിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ 18 മാസം ആരോപിക്കുന്നുണ്ടെങ്കിൽ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ നിങ്ങൾ ചെലവാക്കിയ തുകയുടെ രേഖ എവിടെ? കണക്കെവിടെ? സഭയിൽ പോലും പറഞ്ഞിട്ടില്ല ആരും. അല്ല, തീർച്ചയായിട്ടും അതുൾപ്പെടെ ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത്രയും കാലത്തെ പണം കൊടുക്കാനുണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പരിഭവവും ആശങ്കയും സംശയവും മാറിയിട്ടുണ്ടല്ലോ. കുടിശ്ശികയില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് പ്രതിനിധി പോലും പറയുന്നില്ല ശ്രീ PM ആർഷോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. അല്ല ശരി അല്ല ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് നിങ്ങൾ ഇടയിൽ കയറിയ ഘട്ടത്തിൽ എനിക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയാതിരുന്ന ഒരൊറ്റ കാര്യം കൊണ്ടുണ്ട്. അത് കൂടി എനിക്ക് പറഞ്ഞു പൂർത്തീകരിക്കാൻ അവസരം തരണം. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ 2 പെൻഷനെ സമീകരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. കാരണം UDF മിനിസ്റ്ററുടെ സമയത്ത് 32 ലക്ഷവും ഈ ഘട്ടം എത്തുമ്പോൾ 62 ലക്ഷം മനുഷ്യരും ഈ നാടിനകത്ത് പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. ഇനി ആവർത്തിച്ച് ഈ ചർച്ചയ്ക്കകത്ത് ഉയർത്തപ്പെട്ട ഒരു നുണയുണ്ട്. ആ നുണ കോൺഗ്രസിന്റെ പ്രതിനിധി ചർച്ചയിൽ 2 തവണ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ സാമ്പത്തിക വിദഗ്ധ 1 തവണ പറഞ്ഞു. UDF ഗവൺമെന്റ് സമയത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്ത് 1200 രൂപയാക്കി ഉയർത്തിയ പെൻഷനുമായി ബന്ധപ്പെട്ട് താങ്കളോട് ചോദിച്ചത്, ആവർത്തിച്ച് താങ്കളോട് ചോദിച്ചു. ഇപ്പോൾ ധനമന്ത്രി, ഇപ്പോൾ തെളിവുമായി സമൂഹ മാധ്യമത്തിലെത്തിയ ധനമന്ത്രി പോലും പറഞ്ഞ തുക ഇതാണ് എന്നിരിക്കെ 18 മാസം കുടിശ്ശിക എന്നത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആവർത്തിച്ച് പറയുന്നത്
നമുക്കറിയാം ഒരു വാക്കുപിഴ അല്ലെങ്കിൽ നാക്കുപിഴ KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, മാപ്പ് പറയാനില്ല എന്ന് പറയുന്നു. ആ അവസരത്തിൽ വസ്തുതകൾ വെച്ച് അതിനെ നേരിടുക എന്നതിനപ്പുറം അവാസ്തവമായ കാര്യം ആവർത്തിച്ച് ഉന്നയിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ? മാഡം, ഇതിനകത്ത് ഒരു അവാസ്തവവും ഇല്ല. വസ്തുതയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8 മാസം മുടങ്ങിക്കിടന്ന പെൻഷനുകൾ ഈ നാടിനകത്തുണ്ടായിരുന്നു. 18 മാസം മുടങ്ങിക്കിടന്ന പെൻഷനുകൾ ഈ നാടിനകത്തുണ്ടായിരുന്നു. 11 മാസവും 12 മാസവും മുടങ്ങിക്കിടന്ന പെൻഷനുകൾ ഈ നാടിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. കുറച്ചുകൂടി PM ആഷു അത് വ്യക്തമാക്കിയിരിക്കുന്നു. ചില പെൻഷനുകൾ ഈ ചർച്ചയിൽ തന്നെ അല്ല മാഡം പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഈ ചർച്ചയിൽ ഉയർന്നു വന്ന 3 തവണ ആവർത്തിച്ച് പറഞ്ഞ ഒരു നുണയെ കുറിച്ച് പറയുമ്പോൾ അത് നിങ്ങൾ ആ നുണ പറഞ്ഞ ഘട്ടത്തിൽ ഇടപെട്ടില്ല. എനിക്ക് രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ 5 മാസം 11 മാസം ചിലത് 18 മാസം അങ്ങനെ ഉണ്ട് എന്നത് പറയുമ്പോൾ അത് കുറച്ചുകൂടി വസ്തുതകളോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഘട്ടത്തിൽ ഇടപെട്ടത്. ശ്രീമതി വിനീത ഹരിഹരൻ കൂടി